എറണാകുളത്തേക്ക് എത്തുമ്പോൾ വമ്പൻ സ്വീകരണം ഒരുക്കി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു ജില്ല കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എറണാകുളം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വീകരണം ആ രീതിയിൽ തന്നെ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി പ്രവർത്തകർ സ്വീകരിക്കുന്നു. MLA-മാരുണ്ട്, റോജി എം ജോൺ MLA ഉണ്ട്, മുഹമ്മദ് ഷിയാസ് MLA ഉണ്ട്, നിയുക്ത MLA-മാരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അല്പസമയത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് തിരിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പാടുകയാണ് പോലീസാണെങ്കിലും ഗവൺമെന്റ് നേതാക്കളൊക്കെ തന്നെയാണെങ്കിലും. അത്തരത്തിൽ വമ്പൻ സ്വീകരണം ഒരുക്കി അദ്ദേഹത്തെ പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ വലിയൊരു സ്വീകരണം പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം എറണാകുളത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ ആവേശഭരിതമായിട്ടുള്ള ആർപ്പുവിളികളോടുകൂടിയുള്ള സ്വീകരണം അത്രത്തോളം അവർ ആഗ്രഹിച്ചിരുന്നു VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നത്. ആ ആഗ്രഹം സാർത്ഥകമായതിന്റെ, ആ ആഗ്രഹം പൂർത്തിയായതിന്റെ ഒരു സന്തോഷവും കൂടി ഈ സ്വീകരണത്തിന്റെ ഭാഗമായി ഉണ്ട്. എന്തായാലും വലിയ ആൾക്കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിയും. പ്രവർത്തകരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാടുപെട്ട് വാഹനത്തിനകത്തേക്ക് കയറ്റുന്നു. അത്രത്തോളം വലിയ സ്വീകരണമാണ് ഇവിടെ VD സതീശന്റെ പ്രവർത്തകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അങ്ങനെ UDF-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെയും മറ്റ് നേതാക്കളുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഉണ്ട്. അത്തരത്തിൽ വലിയ സ്വീകരണം ഒരുക്കി അവർ അവരുടെ നേതാവിനെ സ്വീകരിക്കുന്നു. ആ സ്വീകരണത്തിന്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ പാടുപെട്ടുകൊണ്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസിനെയും മറ്റു വിഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, നേതാക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സതീശൻ അല്പസമയത്തിന് തന്നെ വാഹനത്തിലേക്ക് അദ്ദേഹത്തിന് തയ്യാറാക്കിയിരിക്കുന്ന വാഹനം വീട്ടിലേക്കായിരിക്കും. ദേശത്തെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. കാരണം VD സതീശൻ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുപോയ ഇടമാണ് VD സതീശന്റെ ദേശത്തെ വീട്. ആ ദേശത്തെ വീട്ടിലേക്ക് VD സതീശൻ പോകാൻ പോകുന്നു. എറണാകുളം എയർപോർട്ടിൽ VD സതീശൻ അത്തരത്തിൽ ഗംഭീര സ്വീകരണം ഒരുക്കി പ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. വലിയ ഒരു ആവേശത്തിന്റെ കാഴ്ചകൾ തന്നെയാണ്. വിളികളോടുകൂടി പ്രവർത്തകർ ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അത്തരം കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒക്കെ തന്നെ അവിടെ തലിച്ചുകൂടി നിൽക്കുന്നു. വലിയ ആവേശത്തിന്റെ കാഴ്ചകളാണ് എറണാകുളത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിസരത്ത് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പതാകകളും ലീഗ് പതാകകളും ഒക്കെ തന്നെ വാങ്ങുയർത്തി സ്വീകരിക്കുകയാണ്. സ്വീകരണത്തിലാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ തങ്ങും. അങ്ങനെ സ്വീകരിക്കും. നമ്പർ 1 VD സതീശൻ ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പദത്തിൽ VD സതീശൻ അവരോധിതനാകുന്നതിന് മുൻപ് പാർലമെന്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ കൊച്ചിയിൽ സ്വദേശത്തേക്ക് എത്തുകയാണ്. വമ്പൻ സ്വീകരണമാണ് VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പാർട്ടി പ്രവർത്തകർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിക്കും തിരക്കും നമുക്ക് ഇവിടെ കാണാം. VD സതീശന് ടോൾ അണിയിക്കുന്നതിന് വേണ്ടി, കൈകൊടുക്കുന്നതിന് വേണ്ടി വലിയ നിരയാണ്, നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ നിരയാണ്. മുദ്രാവാക്യം വിളികളുമായി ഏറെ നേരമായി VD സതീശന് നിയുക്ത മുഖ്യമന്ത്രി കാത്തു നിൽക്കുകയായിരുന്നു. പ്രവർത്തകരും നേതാക്കളും നിയുക്ത MLA-മാർ ഉൾപ്പെടെ കാത്തു നിൽക്കുകയായിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടി കൊച്ചിയിലേക്ക്, ജന്മനാട്ടിലേക്ക് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തുന്നു. അവിടെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കാണുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ പണിപ്പെട്ടാണ് വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നത്. വലിയ ആൾക്കൂട്ടമാണ്. UDF പ്രവർത്തകരുടെ വലിയ നിരയാണ്, വലിയ ആവേശമാണ്. ദേശത്തെ വീട്ടിലേക്കായിരിക്കും അദ്ദേഹം ആദ്യം പോവുക എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നായിരുന്നു ദേശത്തെ കുടുംബ വീട്ടിൽ, ആലുവയിലെ കുടുംബ വീട്ടിൽ നിന്നായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത്. ചർച്ചകളുടെ അനിശ്ചിതത്വങ്ങൾക്കിടയിലായിരുന്നു ആ യാത്ര. രാവിലെ 7 മണിക്ക് യാത്ര തിരിച്ചു. 12 മണിക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക്, പ്രതിപക്ഷ ബസ്സിലേക്ക് എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രി അദ്ദേഹമാണ് എന്നത് ഉറപ്പിച്ചിരുന്നു. ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തതാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദത്തിലേക്ക്, നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വന്തം നാട്ടിലേക്ക് വീണ്ടും തിരികെ എത്തുകയാണ് VD സതീശൻ. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. നേതാക്കളും പ്രവർത്തകരും
രാഗിൻ വലിയ തിരക്കാണ്, വലിയ ആവേശമാണ് രാഗിൻ. രാഗിനെ കേൾക്കാൻ കഴിയാത്ത തരത്തിൽ അത്ര വലിയ തിരക്കാണ്. മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടുകൂടി ജന്മനാട്ടിൽ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യമായി എത്തുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനലബ്ധിക്ക് ശേഷം എത്തുന്നതിന്റെ സന്തോഷം പാർട്ടി പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നു. മുന്നണി പ്രവർത്തകർ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ലീഗ് പ്രവർത്തകരും UDF കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശന് ഗംഭീര വമ്പൻ സ്വീകരണം. തുടങ്ങാം. വാനിൽ ഉയർന്ന് പറക്കുകയാണ്. അത്തരത്തിൽ അവരവരുടെ നേതാവിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വമ്പൻ സ്വീകരണത്തി INTUCയുടെ പതാകയും കൂടാതെ ലീഗ് പതാകയും ഒക്കെ വാനിൽ ഉയർന്ന് പറക്കുകയാണ്. അത്തരത്തിൽ അവരവരുടെ നേതാവിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വമ്പൻ സ്വീകരണം ഒരുക്കി അവരവരുടെ നേതാവിനെ സ്വീകരിക്കുകയാണ്. നേരത്തെ ദേശത്തെ വീട്ടിൽ നിന്നാണ് വി ഡി സതീശൻ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് അവിടേക്ക് പോയത്. അതിനുശേഷം പോകുന്ന വഴിക്ക് ഏകദേശം തിരുവനന്തപുരം എടുക്കാറാകുമ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എന്ന ഒരു സന്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. തുടർന്ന് 12 മണിയോടുകൂടി കണ്ടോൺമെന്റ് ഹൗസിലെത്തി. ഇതായിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ വാഹനത്തിന്റെ മുകളിലടക്കം കയറിക്കൊണ്ട് ആവേശം കാണിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ആവേശത്തോടുകൂടി അവരുടെ നേതാവിനെ സ്വീകരിക്കുകയാണ്. നേരത്തെ ഏറ്റവും കൂടുതൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പേർ ദേശത്തെ വീട്ടിലേക്കാണ് വന്നത്. അതിന്റെ ആവശ്യമൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ ആവേശം വാരി വിതറിക്കൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുണ്ട്. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. അതിനുശേഷം അടുത്ത തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകും. എന്തായാലും ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുകയാണ് പ്രവർത്തകർ. വലിയ തിരക്കാണ്. രാഗിന് പറയുന്നത് പോലും കേൾക്കാൻ കഴിയാത്ത വലിയ തിരക്കാണ്. ഇതിനെ പണിപ്പെട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസുകാർ ഇപ്പോൾ മന്ത്രിയെ അദ്ദേഹത്തിന്റെ വാഹനത്തെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ, മറ്റ് ഘടകകക്ഷി പ്രവർത്തകർ. വലിയ ആവേശമാണ്. നിയുക്ത മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് എത്തുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. ആലുവയിലെ ദേശത്തെ വീട്ടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. 1996 പറവൂരിൽ മത്സരിക്കാൻ പോയി. പരാജയമായിരുന്നു 2001 പറവൂരിൽ. പക്ഷേ വി ഡി സതീശൻ നിയമസഭാംഗമായി വിജയിച്ച് കയറി. പിന്നീട് പറവൂരിലായിരുന്നു താമസം. അതേസമയം തന്നെ ആലുവയിലെ ദേശത്തെ വീടും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണ്. അപ്പോൾ ആലുവയിലെ ദേശത്തെ വീടുമായി അദ്ദേഹത്തിൻ്റെ നാട് എന്ന നിലയിൽ വൈകാരികമായ അടുപ്പമുണ്ട്. അവിടേക്കാണ് അദ്ദേഹം പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആലുവയിലെ ദേശത്തെ വീട്ടിലായിരുന്നു ഒരു പകൽ നീണ്ട വലിയ അനിശ്ചിതത്വം ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ വീട്ടിൽ കാണുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് അദ്ദേഹം രാവിലെ 7 മണിയോടെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. 12 മണിക്ക് അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരുന്നു. പാർലമെന്ററി പാർട്ടി ലീഡറായി ഹൈക്കമാൻഡ് വി ഡി സതീശനെ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ
ഇന്നിപ്പോൾ സന്ദർശനങ്ങൾ. അതിനുശേഷം കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തുന്നു. നിയുക്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിതനാകുന്നു. ആദ്യമായി സ്വന്തം നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശകരമായ സ്വീകരണമാണ് വി ഡി സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ പ്രവർത്തകരും നേതാക്കളും നൽകുന്നത്. ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ആലുവ ദേശത്തെ വീട്ടിലേക്ക് തിരികെയാണ്. പ്രവർത്തകരുടെ വലിയ ആവേശമാണ്. രാഗിൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള വലിയ ആവേശം പ്രകടമായിരുന്നു. വളരെ പണിപ്പെട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നേതാക്കളും പ്രവർത്തകരും നിയുക്ത MLA-മാരും ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. കൊച്ചിയിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി എത്തുമ്പോൾ എത്രത്തോളം വൈകാര്യം കൂടിയാണ് ഈ സ്വീകരണം.